ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2026 റിലീസായ സ്റ്റിൽ ഷൈനിങ് എന്ന കൊറിയൻ റൊമാൻറ്റിക് സീരീസിലെ അവസാന എപ്പിസോഡാണ്. മുന്നേയുള്ള എപ്പിസോഡുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ രാത്രി അങ്ങനെ ഗ്രാമത്തിലൂടെ തേസു നടന്നു വരുമ്പോൾ പുഴയ്ക്കരികിലിരിക്കുന്ന യൂണിനെ കണ്ട് അവൻ വിളിക്കുന്നു. അവൾ അങ്ങനെ ഈ സമയത്ത് അവൻ എന്താ ഇവിടെ എന്നുള്ള അമ്പരപ്പിൽ അവനെ തന്നെ നോക്കി നിൽക്കുന്നു. അന്നേരമാണ് ഹോസോ വിളിച്ചു എന്നും പറഞ്ഞ് സ്റ്റഡി സെന്ററിലെ ഫ്രണ്ടും അസോളും അങ്ങോട്ടേക്ക് വരുന്നത്. അവരെ കണ്ടപ്പോൾ അവിടെ നിന്നും യൂൺ പോകുന്നു. പിന്നീട് അവർ എല്ലാവരും കൂടി ഗ്രാമത്തിലെ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. സംസാരിക്കുന്നതിനിടയിലും യൂൺ എന്താ ഇവിടെ എന്നുള്ള ചിന്തയിലായിരുന്നു തേസോ. അവൻ അങ്ങനെ മദ്യപിക്കാൻ ഗ്ലാസ് എടുക്കുമ്പോഴും അവർ 3 പേരും തിരിച്ച് ഞങ്ങളെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാനുള്ളതാണ്, അതുകൊണ്ട് അവനോട് കുടിക്കേണ്ട എന്ന് പറഞ്ഞ് അവനെ തടയുന്നു. പിന്നീട് മദ്യപിച്ച് ലക്ക് കേട്ട കൂട്ടുകാരനെയും അസോളിനെയും കൊണ്ടവൻ സിയോളിലേക്ക് പോകുന്നു. നേരത്തെ ആ ബൈസൈക്കിൾ കണ്ടത് നിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണോ എന്ന് അസോൾ ചോദിക്കുമ്പോൾ അതേ എന്ന് അവൻ മറുപടി നൽകുന്നു. അവളപ്പോൾ ഇവിടെയാണോ താമസിക്കുന്നത്, എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ അറിയില്ല, ഞാൻ അവളോട് സംസാരിച്ചില്ല എന്ന് പറയുന്നു. വീട്ടിലെത്തി ഗ്രാമത്തിൽ നീ എന്തിനാ വന്നതെന്ന് യൂണിനോട് അവൻ ചോദിക്കാൻ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് വേണ്ട എന്നവൻ കരുതി മെസ്സേജ് അയക്കുന്നില്ല. മുത്തശ്ശിയോട് തേസു സംസാരിക്കുമ്പോൾ മുത്തശ്ശിക്ക് 10 വർഷങ്ങൾക്ക് മുന്നേയുള്ള മെമ്മറി മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്നും പതിയെ അത് ശരിയാകുള്ളൂ എന്നും ഹോസോ പറയുന്നു. അങ്ങനെ ബസ്സിൽ പോകുന്നേരം ഒരു സ്റ്റോപ്പിൽ ആ കടയിലെ മുത്തശ്ശി തേസോ ബസ്സിൽ ഇരിക്കുന്നത് കണ്ട് അവനോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുകയും യൂൺ ഇവിടെ ഉണ്ടായിരുന്നു, ബസ് ഒരുപാട് ലേറ്റ് ആയത് കാരണം അവൾ അവളുടെ ലൈറ്റില്ലാത്ത ബൈസൈക്കിളും എടുത്ത് എങ്ങോട്ട് പോയി, ഒന്ന് അന്വേഷിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അവനത് ചെയ്യാമെന്ന് മറുപടി നൽകുന്നു. അവൾ നേരെ പോകുന്നത് അവർ പണ്ട് പഠിച്ചിരുന്ന ആ സ്കൂളിലേക്കാണ്. അങ്ങനെ ക്ലാസ് റൂമിലൂടെയും കോറിഡോറിലൂടെയും ഒക്കെ നടന്ന് ലൈബ്രറിയിൽ എത്തുമ്പോൾ അവൾ അവിടുത്തെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. തിരികെ അവൾ സ്കൂളിൽ നിന്നിറങ്ങുമ്പോൾ തേസോയെ കാണുന്നു. നീ എന്താണ് ഇവിടെ വന്നതെന്ന് തേസോ ചോദിക്കുമ്പോൾ ഞാൻ സോഹ്യുന്റെ അടുത്ത് ഹവായിലേക്ക് പോവുകയാണ്, അതിനു മുന്നേ ഇങ്ങോട്ട് വരണമെന്ന് തോന്നി. ശരിക്കും പറഞ്ഞാൽ നിന്നോടും നേരിട്ട് കണ്ടൊരു ഗുഡ് ബൈ പറയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നുവെന്നും അവൾ പറയുകയും എന്റെ സൈക്കിളിന് പുറകെ വന്നാൽ മതിയെന്നും നമ്മൾ സ്കൂളിൽ നിന്നും പോകുമ്പോൾ പിരിയാറുള്ള ആ ഒരു സ്ഥലമില്ലേ, അവിടെ വെച്ച് തന്നെ നമുക്ക് ഇന്നും പിരിയാമെന്ന് പറഞ്ഞ് അവൾ പോകുകയും അവൾക്ക് പിന്നിലായി അവനും പോകുന്നു. അങ്ങനെ ആ ജംഗ്ഷനിലെത്തി അവർ രണ്ടാളും പരസ്പരം ഒന്ന് നോക്കി 2 വഴികളിലേക്കായി പിരിയുന്നു. പിറ്റേന്ന് അവൻ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി യൂണിനെ വിളിക്കുകയും ഞാനന്ന് നിന്നെ ആ കൊളീഗിനൊപ്പം അവിടെ നിർത്തിയിട്ട് പോയതിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയോ, വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ നീ എന്നെപ്പറ്റി ഇത്രയും ടെൻഷനാകുന്നത് എന്തിനാണ്, ടെൻഷൻ അടിക്കാൻ മാത്രം ഒരു കാര്യവുമില്ല എന്ന് അവൾ വിഷമത്തോടെ അവനോട് പറയുന്നു. സോഹ്യുൻ എന്ന് മുതലാണ് നിനക്ക് അമ്മയായതെന്ന് ചോദിക്കുമ്പോൾ അവർ എൻ്റെ അമ്മയായതിനേക്കാൾ എനിക്ക് അവരുടെ അമ്മയെ എനിക്ക് എൻ്റെ സ്വന്തം മുത്തശ്ശിയെ പോലെയാണെന്ന് അവൾ പറയുമ്പോൾ നീ ഈ ഒരു അവസ്ഥയിൽ ഇമോഷണലി ട്രാപ്പായി പോയി തെറ്റായ തീരുമാനങ്ങളൊന്നും എടുത്തതല്ലോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നവൾ മറുപടി നൽകുന്നു. അവൻ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നു എന്നുള്ള കാര്യവും അവളോട് പറയാൻ മറക്കുന്നില്ല. പിന്നീട് തേസോയുടെ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് യൂൺ ഞാൻ കിടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും തേസോ വാതിൽ തുറന്നു നോക്കുമ്പോൾ അത് അസോളായിരുന്നു. അവൾ ജോലി കഴിഞ്ഞ് അവനോടൊപ്പം ചെലവഴിക്കാനായി അങ്ങോട്ടേക്ക് എത്തിയതാണ്. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് സിനിമ കാണുന്നു. യൂണിനെ തൻ്റെ പഴയ മാനേജർ വിളിക്കുകയും നാളെ എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ട്, ഒരു 3 മണിക്കൂർ എനിക്ക് വേണ്ടി ഇവിടെ വർക്ക് ചെയ്യാമോ എന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവൾ ആ മാനേജർക്ക് പകരം അവിടെ വർക്ക് ചെയ്യുന്ന നേരമാണ് ആ പഴയ മാനേജർ അങ്ങോട്ടേക്ക് വരികയും തിരികെ പോകുന്ന അവൾ തേസോയുമായി അന്ന് പോയ ആ പഴയ ടവറൊക്കെ കണ്ട് അവൾക്ക് പെട്ടെന്ന് അവനെ കാണണമെന്ന് തോന്നുകയും അവനെ വിളിച്ച് കിട്ടാത്തത് കാരണം അവൾ അവൻ്റെ വീട്ടിലേക്കും പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് സോഹ്യുന് ഞാൻ വരാൻ പ്ലാൻ ചെയ്തതിലും കുറച്ച് താമസമെടുക്കും അങ്ങോട്ടേക്ക് എത്താനെന്ന് യൂൺ മെസ്സേജ് ഇടുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ അസോളും തേസോയുടെ വീട്ടിലേക്ക് കയറി പോകുന്നത് യൂൺ ശ്രദ്ധിക്കുന്നു. അതന്ന് തേസോയെ കാറിൽ കൊണ്ടാക്കിയ കുട്ടിയാണ്. അതുപോലെ സ്റ്റഡി സെന്ററിലെ കൂട്ടുകാരനുമായി അന്ന് കാറിൽ വന്നതും ഇവളാണെന്ന് മനസ്സിലാക്കി യൂൺ അങ്ങനെ പടികൾ കയറി വരുമ്പോൾ അസോൾ തേസോയുടെ വീട്ടിലെ പാസ്വേഡ് അടിക്കുന്നത് കേട്ട് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ആരുടെയോ കാൽപെരുമാറ്റം അസോളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. യൂൺ അങ്ങനെ വിഷമിച്ച് ബസ്സിൽ പോകും നേരമാണ് സോഹിൻ അവൾ നേരത്തെ അയച്ച മെസ്സേജ് കണ്ട് അവൾ ചീത്ത പറഞ്ഞിട്ടുള്ള മെസ്സേജ് അവൾ വായിക്കുന്നത്. അത് കണ്ട് അവൾ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അങ്ങോട്ടേക്ക് വരികയാണെന്ന് പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെടുന്നു. ജോലി കഴിഞ്ഞ് അങ്ങനെ ഫോൺ എടുത്ത് നോക്കുന്നേരം യൂണിന്റെ മിസ് കോൾ കണ്ട് തേസു അങ്ങനെ അവളുടെ കടയ്ക്ക് മുന്നിൽ എത്തുകയും അവർ രണ്ടാളും കൂടി അവളുടെ ആ പഴയ വീട്ടിൽ പോവുകയും ചെയ്യുന്നുണ്ട്. ഞാനിന്ന് സിയോളിൽ ജോലിയുടെ ആവശ്യത്തിനായി വന്നിരുന്നു, അന്നേരം ഞാൻ നിന്നെ പെട്ടെന്നോർത്ത് വിളിച്ചതാണ്,
പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു അതിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് അവൾ പറയുന്നു. പിന്നീട് അവർ രണ്ടാളും കോറിഡോറിൽ യൂണിൻ്റെ ഫോട്ടോ ഇരുന്നിടത്ത് പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഈ വെള്ളിയാഴ്ച ഇവിടെ നിന്നും പോകും. സോഹ്യൂണിനെ എൻ്റെ ഫാമിലിയായി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ കുറേ ചിന്തിച്ചപ്പോൾ അച്ഛൻ ചിലപ്പോൾ ഈ ലോകത്ത് എനിക്കായി നിർത്തിയിട്ട് പോയതായിരിക്കും അവരെ എന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. എനിക്കതിനെല്ലാം നിന്നോടാണ് നന്ദി പറയാനുള്ളത്. പക്ഷെ നിന്റെ കാര്യത്തിൽ എന്നോട് തിരിച്ചായിരിക്കുമെന്ന് എനിക്കറിയാമെന്നും പറയുമ്പോൾ നീ ഇനിയിപ്പോൾ തിരിച്ചു വരാൻ ഒരു പ്ലാനും ഇല്ലേ എന്ന് തേസോ ചോദിക്കുന്നത് കേട്ട് നിലവിൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിയിട്ടില്ല. പാർക്ക് സോഹ്യൂണിൻ്റെ അമ്മ അവരുടെ കൂടെയല്ല താമസിക്കുന്നത്. ആ മുത്തശ്ശി എനിക്കായി കാത്തിരിക്കുകയാണ്. 10 വർഷങ്ങൾ ഇന്ത്യനായി ജോലി ചെയ്ത ആ ഹോട്ടലിലുള്ളവരും എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ജോലി ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നതെന്നും അവിടെ എല്ലാവർക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും ഈ 10 വർഷത്തിൻ്റെ കാലയളവിൽ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകണമെന്ന് ഒരുപാട് തവണ ആലോചിച്ച് അവസാനം ഇപ്പോഴാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. നീ അന്ന് എന്തിനാണ് ടോങ്യോങ്ങിലേക്ക് പോയതെന്ന് അവൾ ചോദിക്കുമ്പോൾ നമുക്കിടയിൽ മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം തെറ്റായി തോന്നുന്നുവെന്നും അവൻ പറയുമ്പോൾ ഒരിക്കലുമല്ല. 20 വർഷത്തിന് മുന്നേ ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റായിരുന്നു. എന്നാൽ 10 വർഷങ്ങൾക്കിപ്പുറം നീ ഇപ്പോൾ എടുത്ത തീരുമാനം നമുക്ക് വളരെയധികം ശരിയാണ്. നിനക്കിപ്പോൾ തോന്നുന്നില്ലേ രണ്ടുപേരും പരസ്പരം മറ്റൊരാളുടെ കാര്യത്തിൽ വളരെയധികം ടെൻഷനിലാണെന്ന് അവൾ പറയുമ്പോൾ നമുക്ക് വേണ്ടി നമ്മളിങ്ങനെ ഒരുപാട് കഷ്ടപ്പെടേണ്ടതില്ല എന്ന് തോന്നുന്നുവെന്ന് അത് കേട്ട് തേസോ പറയുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ 2 തവണയാണ് നിന്റെ ആപ്പിൽ ലോഗിൻ ചെയ്തത്. ഒന്ന് 2015 ഡിസംബറിൽ ആ മഞ്ഞിൽ നടന്നു വന്ന് വീട്ടിൽ പനിയായി ഇരുന്നപ്പോഴും മറ്റൊന്ന് ഗസ്റ്റ് ഹൗസ് എല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ സിയോളിലേക്ക് വരുന്നതിന് തൊട്ടു മുൻപും. അത് രണ്ടും ഈ സ്ഥലത്ത് വെച്ച് തന്നെയായിരുന്നു. ഞാനങ്ങനെ അത്രയും ഡൗൺ ആകുന്ന സമയത്ത് അതിൽ പാട്ട് കേൾക്കുമ്പോൾ നീ എൻ്റെ അടുത്തുള്ളതായി എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനിയും എനിക്ക് ലോഗിൻ ചെയ്യാൻ നീ പെർമിഷൻ തരണമെന്ന് അവൾ അവനോട് പറയുന്നു. അവിടെയുള്ള ഫോട്ടോ നോക്കി നീ എവിടെ പോയാലും ഇതുപോലെ ചിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പക്ഷേ ആ യൂണിനെ ഇഷ്ടമല്ല. മുന്നോട്ട് എന്താണ് നടക്കാൻ പോകുന്നതെന്നറിയാതെ ചിരിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് തേസോ ചോദിച്ചതിന് യൂൺ മറുപടി പറയുന്നു. പക്ഷേ എനിക്കിഷ്ടം അങ്ങനെ ചിരിച്ച് സംസാരിക്കുന്ന ആ പഴയ യൂണിനെയാണെന്ന് പറയുമ്പോൾ എങ്കിൽ ഞാനും അങ്ങനെയാകാൻ നോക്കാമെന്ന് അവൾ അവന് വാക്ക് നൽകുന്നു. ശേഷം അവർ രണ്ടാളും അവിടെ നിന്നും പോകുന്നു. പിന്നീട് ഹോട്ടലിൽ നിന്നും ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ജെയിംസ് തൻ്റെ എക്സ് ഗേൾഫ്രണ്ടിനെ കാണുകയും അതിനുശേഷം പിന്നീട് യൂണിനെ വിളിക്കുകയും ചെയ്യുന്നു. ഡോങ്സിങ്ങിനെ വിളിച്ചപ്പോൾ നീ കൊറിയയിൽ നിന്ന് പോവുകയാണെന്ന് അറിഞ്ഞു, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ യൂൺ ഒന്നും മിണ്ടാതിരിക്കുന്നു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞാൻ ഒരുപാട് ആലോചിച്ചു. നീ അത്രയും കഷ്ടപ്പെട്ട് നടത്തിയ ആ ഗസ്റ്റ് ഹൗസ് ആ ഒരു പയ്യന് വേണ്ടിയാണ് നീ ഉപേക്ഷിക്കുന്നതെന്ന് തോന്നുകയും ഞാൻ ഇത്രയും നാൾ അതിനു വേണ്ടിയിട്ട എഫേർട്ട് എല്ലാം വെറുതെ ആയെന്നും ഓർത്ത് ഞാൻ അവിടെ നിന്ന് വന്ന് ദേഷ്യപ്പെട്ട് പോയതെന്ന് അവൻ പറയുമ്പോൾ ഞാൻ അവനെ കാണാനൊന്നുമായിട്ടല്ല പോയത്. പക്ഷേ ആക്സിഡൻ്റലി അവനെ കണ്ടുമുട്ടിയതാണ്. ഞാനായി തുടങ്ങി വെച്ചതിന് ഒരു പ്രോപ്പർ ക്ലോഷർ വേണമെന്ന് എനിക്കുണ്ടായിരുന്നുവെന്നും അവൾ പറയുന്നു. അപ്പോൾ ഇതാണോ നിനക്കെന്നോട് പറയാനുള്ളതെന്ന് അവൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയും നിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഞാൻ പണ്ട് റിലേഷനിലുണ്ടായിരുന്ന ആ റൂംമേറ്റിനെ ഞാൻ ഇന്ന് കണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിൽ എന്നെ ഇത്രയും കൂടുതൽ കേട്ടു നിന്നത് നീ മാത്രമായിരുന്നു യൂൺ. നീ സോഹ്യൂനൊപ്പം പോകുന്നത് എൻ്റെ മനസ്സിൽ വലിയൊരാശ്വാസമാണ്. ഞാനിവിടെ നിന്ന് പോയാലും എൻ്റെ മനസ്സ് എംറ്റി ആയിരിക്കും. കാരണം എൻ്റെ ഓരോ സ്റ്റെപ്പിലും നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിൻ്റെ ഫീഡ്ബാക്ക് അല്ലാതെ എൻ്റെ ഈ സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യമല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. ഈ 10 വർഷം ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് നിനക്ക് മാത്രമേ അറിയുള്ളൂ. ഇതൊക്കെ കേട്ട് യൂൺ അവനോട് നന്ദി പറയുമ്പോൾ അവനും തിരിച്ച് നന്ദി പറയുകയും ഫോണിൽ കൂടി ഗുഡ് ബൈ പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ലല്ലോ എന്നും പറഞ്ഞ് അവർ ആ കോൾ കട്ട് ചെയ്യുന്നു. പിറ്റേന്ന് അസോൾ തേസോയുടെ വീട്ടിലേക്ക് എത്തുകയും അവിടെ യൂണുമായുള്ള പ്ലാറ്റ്ഫോമിലെ ഫോട്ടോ അവൾ കാണുകയും ചെയ്യുന്നു. പിന്നീട് അവനെ വിളിക്കുമ്പോൾ അവൻ വരാൻ ചിലപ്പോൾ താമസമെടുക്കുമെന്നറിഞ്ഞ് അവൾ പോകാൻ താഴേക്കിറങ്ങി വരുമ്പോഴാണ് അവളുടെ കാർ എടുക്കാൻ പറ്റാതെ പുറകിൽ മറ്റൊരു കാർ കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ ആ ബിൽഡിങ്ങിലെ ഓരോ വീട്ടിലും അവൾ വാതിൽ മുട്ടി ആ കാർ നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് തേസോ അങ്ങോട്ടേക്ക് വരുന്നത്. അതേസമയം തന്നെ അച്ഛന് കുറച്ച് സീരിയസ് ആണെന്നും പറഞ്ഞ് അവൾക്ക് വീട്ടിൽ നിന്നും ഫോൺ വരികയും അവൾ ഉടൻ തന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞ് അവൾ വരുന്നതും നോക്കി തേസോ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ കാര്യം അന്വേഷിക്കുമ്പോൾ അച്ഛൻ ഓക്കെയാണ്, കുറച്ച് തുണികളും മറ്റും എടുത്തു വരാൻ അമ്മ പറഞ്ഞു വിട്ടതാണ് എന്നും അവൾ പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് തേസോ ചോദിക്കുമ്പോൾ അത് ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, എനിക്കതൊന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കി തരണം, ഇനി അതിന് ഒരുപാട് സമയമുണ്ടെന്ന് തോന്നുന്നില്ല എന്നും അവൾ പറയുമ്പോൾ
ഞാനത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് അവൻ പോകാൻ തുടങ്ങുകയാണ്. അന്നേരം അവൾ അവനെ പിടിച്ചു നിർത്തുകയും ഞാനന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് പാസ്വേഡ് അടിച്ച് അകത്തേക്ക് കയറാൻ വന്നപ്പോൾ ബൈസൈക്കിളിൽ അന്ന് കണ്ട പെൺകുട്ടി അന്നേരം നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. ഞാൻ പിന്നീട് താഴെ നോക്കിയപ്പോൾ അവളെ അവിടെയൊന്നും കണ്ടില്ല. എൻ്റെ മൈൻഡ് ബ്ലാങ്കായി പോയെന്നും അവൾ പറയുകയും അന്ന് നമ്മൾ പകുതി വഴിയിൽ നിർത്തിവെച്ച ആ ബ്രേക്കപ്പ് നമുക്കിപ്പോൾ നടത്താം. ഇനി നിങ്ങളുടെ ടേണാണ്. നിങ്ങൾ എന്തിനൊക്കെയാണ് എന്നിൽ കടപ്പെട്ടിരിക്കുന്നതെന്ന് പറയാമോ? ഞാനിപ്പോൾ റെഡിയാണ്. എനിക്ക് ഒരുപാട് സമയമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പറയാൻ കഴിയുമോ എന്ന് അവൾ ചോദിക്കുന്നു. നമുക്കൊന്ന് നടന്നാലോ എന്ന് അവൻ ചോദിക്കുന്നത് കേട്ട് അവളും അതിനൊക്കെ പറയുന്നു. ഒരു പ്രോപ്പർ വാം ഗുഡ് ബൈ എനിക്ക് തന്നത് നീയാണ്. അതിന് നിന്നോട് നന്ദി എന്ന് പറഞ്ഞ് തേസോയും അസോളും അങ്ങനെ നടക്കുന്നു. പിന്നീട് അവൻ റൂമിലെത്തി നോക്കുമ്പോൾ അസോളിൻ്റെ അച്ഛൻ്റെ ഫോട്ടോയാണ് അവൾ അത്യാവശ്യമായി ഫ്രെയിം ചെയ്യാൻ വെച്ചിരിക്കുന്നത് കണ്ട് അങ്ങനെ അപ്പോൾ തന്നെ അതിൻ്റെ പണികൾ തേസോ തുടങ്ങുന്നു. പിന്നീട് 2014 കാലഘട്ടത്തിൽ അസോൾ തൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ നെയിം കാർഡ് വാങ്ങി പാരൻസ് മരിച്ച ആഘാതത്തിലുള്ള തേസോയെ മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവളതെല്ലാം കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ ഒപ്പമുണ്ടെന്ന് കാണിക്കാനായി അത് ബാഗിൽ വെച്ചത് കാണിക്കുന്നു. പിറ്റേന്ന് സ്റ്റഡി സെന്ററിൽ ഫ്രണ്ട് വന്ന് ആ ഫ്രെയിം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ അസോളിന്റെ അച്ഛൻ മരണപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ മുത്തശ്ശിയെ ഡിസ്ചാർജ് ചെയ്ത് ഗ്രാമത്തിലേക്ക് കൊണ്ടുവരികയും കടയിലുണ്ടായിരുന്ന യൂണിന്റെ മുത്തശ്ശി അവരെ കണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരോട് യൂൺ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ 10 വർഷത്തിനു മുന്നേ ഉള്ള യൂണിനെ പറ്റിയാണ് മുത്തശ്ശി ഇപ്പോൾ തിരക്കുന്നതെന്ന് ഹോസോ പറയുകയും അവർ എല്ലാവരും കൂടി യൂണിനെ കാണാൻ പോവുകയും ചെയ്യുന്നുണ്ട്. അവളെ കണ്ടപാടെ അവളുടെ കൈകൾ പിടിച്ച് നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതായത് 2015 ഡിസംബറിൽ അവരുടെ ട്രക്ക് മഞ്ഞിൽ പുതഞ്ഞു പോകുമ്പോൾ അവർ പോകാനായി റെസ്ക്യൂ യൂണിറ്റിന്റെ വണ്ടിയിൽ കയറുന്ന നേരം അവൾ മഞ്ഞു മാറ്റുന്നത് മുത്തശ്ശി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് അവർ ഇപ്പോൾ സംസാരിക്കുന്നത്. നീ ഹവായിൽ പോകുകയാണെന്ന് അറിഞ്ഞു, സേഫായിട്ട് പോയിട്ട് വരാനും അവർ പറയുന്നുണ്ട്. അങ്ങനെ രാത്രി മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് തേസോ വീട്ടിലെത്തുമ്പോൾ മുത്തശ്ശി വിളിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹോസോ വന്ന് മുത്തശ്ശിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു എന്നും പറഞ്ഞ് യൂണിനെ വന്ന് വിളിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ തേസോയുമായി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യൂൺ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവളെ കണ്ട സന്തോഷത്തിൽ അവളോട് കുശലാന്വേഷണം നടത്തുന്നതൊക്കെ ഫോണിൽ തേസോയും കേൾക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി യാത്ര പറഞ്ഞ് അവൾക്ക് പോകേണ്ട ദിവസം എത്തുന്നു. കൊണ്ടാക്കാനായി തേസോയും അവൾക്കൊപ്പം പോകുന്നുണ്ട്. അവൻ അവൾക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുത്ത് ഞാൻ ദിവസവും പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണിതെല്ലാം. ഞാൻ നീ ആഗ്രഹിച്ചതുപോലേക്ക് ജീവിക്കാൻ ശ്രമിക്കാം. നീ അവിടെ പോയി സന്തോഷമായും സമാധാനമായും ജീവിക്കുമ്പോഴും നിനക്ക് മുന്നോട്ടുള്ള ഭാവിയിൽ എന്നെയും കൂട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ എന്നെ അറിയിക്കണമെന്നും അവൻ അവൾക്ക് മെസ്സേജ് ഇടുന്നു. അത് വായിച്ച് അവൾ അവനോട് ശരിയെന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നുണ്ട്. അങ്ങനെ അവൻ അവളെ എയർപോർട്ടിൽ യാത്ര അയക്കുന്നു. 1 വർഷത്തിന് ശേഷം പിന്നീട് കാണിക്കുമ്പോൾ തേസോ അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ സബ്വേ ഓപ്പറേറ്ററിൽ നിന്നും അവൻ്റെ അമ്മ ജോലി ചെയ്തിരുന്ന ട്രെയിൻ ഓപ്പറേറ്ററായി മാറിയിരുന്നു. അവനങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവൻ അന്ന് അയച്ചു കൊടുത്ത ചിത്രങ്ങളും കൂടാതെ ഹവായിൽ നിന്നും യൂൺ നിൽക്കുന്ന ഫോട്ടോയും തിരിച്ചയച്ചിരിക്കുന്നത് കാണുന്നു. പിന്നീട് അവളുടെ വീട്ടിലെ ലൈറ്റുകളൊക്കെ ശരിയാക്കി അവളുടെ പേരുള്ള ആ വീടിന്റെ നെയിം പ്ലേറ്റ് നോക്കി അങ്ങനെ തേസോ നിൽക്കുന്നത് കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എപ്പിസോഡിന്റെ അവസാനത്തിൽ ഒരു സിനിമാറ്റിക് ട്വിസ്റ്റ് ഒന്നുമല്ല, പകരം ഒരു ഇമോഷണൽ ക്ലോഷറാണ് കൊടുത്തിരിക്കുന്നത്. പരസ്പരം എല്ലാം തുറന്നു പറയുകയും ഒരുപാട് സ്നേഹമുണ്ടെങ്കിലും എല്ലായ്പ്പോഴും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന മെസ്സേജ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ നമുക്ക് 2 ഇന്റർപ്രിറ്റേഷൻസ് കണക്കാക്കാം. ഒന്ന്, അവൻ ഉടനെ റിലേഷൻഷിപ്പ് തുടങ്ങുന്നില്ല, പകരം സ്ലോലി വീണ്ടും തുടങ്ങാൻ തീരുമാനിക്കുന്നു. അതിനായി അവൻ കാത്തിരിക്കുന്നു. സ്നേഹം പാസ്റ്റ് അല്ല, വീണ്ടും തിരഞ്ഞെടുക്കാനുള്ളതാണ് എന്ന മെസ്സേജിലൂടെ. മറ്റൊന്ന്, പരസ്പരം അത്രത്തോളം മനസ്സിലാക്കിയ 2 പേർ ആയതുകൊണ്ട് തന്നെ അവർ വീണ്ടും ഒരുമിച്ചില്ലെങ്കിലും പരസ്പരം കുറ്റം പറയാതെ 2 പേരും മുന്നോട്ട് ജീവിക്കുന്നു. സ്നേഹം കുറയാം, പക്ഷെ റിയൽ കണക്ഷൻ ഇല്ലാതാക്കില്ല. ടൈമിംഗ് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ പെർഫെക്റ്റ് എൻഡിങ്ങും വേണ്ട, ഒരു സെക്കൻഡ് ചാൻസ് അല്ലെങ്കിൽ പീസ്ഫുൾ ഗുഡ് ബൈ മതി എന്നും ഈ ഫിലിം കാണിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രണ്ട്സ്.